ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇനിപ്പൊക്കെ കഴിക്കുന്നവർക്ക് നല്ലൊരു കപ്പയ്ക്ക സ്വീറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിലേക്ക് വേണ്ടി ഞാനിതാ കപ്പയ്ക്കയെ നല്ലതുപോലെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മിക്സി ജാറിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിനെ ഇനി നല്ലതുപോലെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് എത്ര കപ്പാണ് ഒഴിച്ചു കൊടുക്കണം നമുക്ക് നോക്കാം. എനിക്കിതിലേക്ക് 2 കപ്പാണ് ഉണ്ടായിരുന്നത്. ആ 2 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഏത് കപ്പ് അളന്നാലും കുഴപ്പമില്ല. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് കസ്റ്റാർഡ് പൗഡറിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം പോലും കട്ടയില്ലാതെയാണ് എടുക്കേണ്ടത്. ഇതുപോലെയാണ്. ഇനി ഇതിനെ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. സ്റ്റൗവിൽ പാൻ വെച്ചിട്ടുണ്ട്. കപ്പയ്ക്കയിൽ ഇനിപ്പ് കുറവാണെങ്കിൽ അത് കണക്കാക്കി പഞ്ചസാര ഇട്ടുള്ളൂ. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത്. 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര തിളച്ച് ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കപ്പയ്ക്കതിനെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ലതായിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുന്നു. എന്ന് വെച്ചാൽ അതിൽ കസ്റ്റാർഡ് പൗഡർ ഉള്ളത് കൊണ്ടാണ്. ഇത് ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരണം. ഇത് തിളയ്ക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോളണം, കയ്യിൽ തെറിക്കും. ഇത് കൊച്ചു കുട്ടികൾക്ക് സ്വീറ്റ് അല്ലേ, അതുകൊണ്ട് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കണം. 1 സ്പൂൺ നെയ്യ്. അധികം വേറെ ഒന്നും ചേർക്കണതൊന്നുമല്ല, നെയ്യ് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കുറച്ചുകൂടി ഇനി കുറുകി വരണം. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഞാൻ പാത്രത്തിൽ കേശുനട്ട് ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ പരുവം. ഇത്രയാകുമ്പോഴാണ് മാറ്റേണ്ടത്. ഇത് ഒഴിക്കുന്നത് കാണിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ കറണ്ട് പോയി, അതുകൊണ്ട് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അത് തണുത്തതിന് ശേഷം ഞാൻ ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട്. നല്ലൊരു സ്വീറ്റാണ്. എല്ലാവരും പറ്റുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അധികം ഇനിപ്പൊന്നുമില്ല. കപ്പയ്ക്കയുടെ ഇനിപ്പ് മതിയെങ്കിൽ അത് കണക്കാക്കി ഇട്ടാൽ മതി. ഇത് നല്ലതായിട്ട് സെറ്റാക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്ന കട്ട് ചെയ്തെടുക്കാം. ഞാനത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടൊന്നുമില്ല, വെളിയിലിട്ട് റൂം ടെമ്പറേച്ചറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഭംഗിക്ക് വേണ്ടി കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് അരിഞ്ഞത് അതിലുണ്ട്. ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം. ബൈ ബൈ.